ഹായ് എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് 11-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 14 ദിവസമായി നമ്മൾ വെയിറ്റ് ലോസ് ഒപ്പം നമ്മളൊരു കൂട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലവരും ആ ഒരു ഡേറ്റിന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തവരുണ്ട്, ഇടയ്ക്ക് വെച്ച് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പലരുടെയും വെയിറ്റ് ലോസ് ജേണിയുടെ ഡേ പല ദിവസങ്ങളിൽ എത്തി നിൽക്കുന്നവരായിരിക്കും. അതൊന്നും പ്രശ്നമില്ല. കാരണം നമ്മൾ പെട്ടെന്നാണല്ലോ നമ്മളൊരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ആഗ്രഹം ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ മുടങ്ങി നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും, ഡയറ്റ് ആണെങ്കിലും വർക്കൗട്ടാണെങ്കിലും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അതൊന്നും പക്ഷെ പലർക്കും പല സാഹചര്യങ്ങളാണ്. എല്ലാവർക്കും ഒരേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറ്റണ രീതിയിൽ നിങ്ങളെക്കൊണ്ട് എന്തോരം അതിന് വേണ്ടി ഡെഡിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി മുന്നോട്ട് കൊണ്ടുപോവാം. എന്തായാലും നമ്മൾ സെപ്റ്റംബർ 4-ാം തീയതി വെയിറ്റ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേറ്റിന് നമ്മളോടൊപ്പം കൂടിയേക്കണവർ എന്തായാലും നിങ്ങളുടെ റിസൾട്ടൊക്കെ പറയേണ്ടതാണ്. പിന്നെ എൻ്റെ വെയിറ്റ് ലോസ് ജേണി ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ലോണം ഡയറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ 20 കിലോ വെയിറ്റ് കുറഞ്ഞു. 20 കിലോ വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഈ പറഞ്ഞ ഒരു 8 കിലോ കൂടി കുറക്കാനുള്ള ആഗ്രഹത്താലാണ് ഞാൻ ഇത്രയും സ്ട്രിക്റ്റായിട്ട് തന്നെ നമ്മളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വെയിറ്റ് ഇരിക്കാനായിട്ട്, ഇതിക്ക് മുമ്പ് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തേക്കണവർക്കൊക്കെ അറിയാൻ പറ്റും, ലാസ്റ്റത്തെ നമ്മളുടെ ഒരു സ്റ്റേജ് വെയിറ്റ് ഇരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്നെപ്പോലെ ബുദ്ധിമുട്ട് ഇപ്പം അനുഭവിക്കുന്നവർ അതൊന്നും കാര്യമാക്കണ്ട, അത് പയ്യെ അങ്ങോട്ട് കുറഞ്ഞോട്ടെ. പിന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, 8 കിലോ കുറയണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ വയ്ക്കുക. അത് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇത്രയും സാക്രിഫൈസ് ചെയ്ത് ഇത്രയും ഡയറ്റ് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടും എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലെ റിസൾട്ട് സ്പീഡാണോ എന്ന് വെച്ചാൽ അല്ല, വളരെ സ്ലോ ആണെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. ചില നേരങ്ങളിൽ എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നാറുണ്ട്. ഇത്രയും നമ്മൾ കൺട്രോൾ ചെയ്ത് നിന്നിട്ടും എന്താണ് എനിക്കിങ്ങനെ ഒരു റിസൾട്ട് നല്ലതില്ലാത്തതെന്ന് ഓർത്തിട്ട്. പക്ഷെ എന്തായാലും ഞാൻ ഈ 85-ന്ന് ഇപ്പം ഞാൻ 65-ൽ എത്തി നിൽക്കുമ്പോൾ ഇത്രയും എൻ്റെ കുറഞ്ഞല്ലോ. ഇനി എന്തായാലും ലാസ്റ്റത്തെ കുറയാനായിട്ട് സമയം എടുക്കുമെന്ന് എനിക്കും അറിയാം. പിന്നെ ഇത്രയും നമ്മൾ ചെയ്തിട്ട് കുറയാതിരിക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ പോലും ഇല്ല, ഞാനത് എപ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ 58-60ലേക്ക് എത്തിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ലോസ് ജേണി നല്ലോണം കൊണ്ടുപോവുക. പിന്നെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റി കൊണ്ടുവരണം. കാരണം എപ്പോഴും നമ്മൾ ഒരേ വേയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും റിസൾട്ട് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എൻ്റെ ഈ 20 കിലോ വെയിറ്റ് ലോസ് ജേണി ചെയ്തപ്പോൾ വർക്കൗട്ട് ഈ പറഞ്ഞ മാതിരി 1 മണിക്കൂർ തന്നെയാണ് ചെയ്തത്. ആദ്യം ഞാൻ 20 മിനിറ്റൊക്കെയാണ് ചെയ്തത്, പിന്നെ അത് കൂട്ടി 1 മണിക്കൂറിലൊക്കെ എത്തി ഞാനിപ്പോൾ. അപ്പോൾ ഈ 1 മണിക്കൂർ ഓരോ ദിവസവും ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ച് വെൽ പ്ലാൻഡ് ആയിട്ടല്ല ഞാൻ വർക്കൗട്ടിൽ നിൽക്കുന്നത്. സ്റ്റാർട്ടിങ് നമ്മൾ ഒരു 10 മിനിറ്റ് വാമപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 1 മണിക്കൂർ ഒരു 3/4 മണിക്കൂർ എടുത്ത് വർക്കൗട്ടുകൾ ചെയ്യും. ലാസ്റ്റത്തെ ഒരു 5-10 മിനിറ്റ് സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വർക്കൗട്ട് സെക്ഷൻ അവസാനിപ്പിക്കാറ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ അന്നേരം എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് കാർഡിയോ, കുറച്ച് ഫ്ലോർ എക്സസൈസ്, കുറച്ച് വാൾ പുഷപ്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ അത് വെൽ പ്ലാൻഡ് ആയിട്ടല്ലേ, ഇന്ന് ഇത്രയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്യണത്. എന്തായാലും നമ്മൾ ഒരു 2 സെറ്റ് 3 സെറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും അതുപോലെ, ഇപ്പം ഞാൻ ഓൾറെഡി 2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച നിങ്ങൾക്ക് ചെയ്യാനുള്ള വീഡിയോയും പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വർക്കൗട്ട് വീഡിയോയും അത്യാവശ്യം ലെങ്ത് തന്നെ ഉള്ളത് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് സമയം കൂടുതലായിട്ട് ചെയ്യാം. പിന്നെ ഫ്ലോർ എക്സസൈസ് കുറച്ചും കൂടി കൂടുതൽ എണ്ണം, അതായത് ഒരു 10
ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കിടന്നുകൊണ്ടുള്ള ഒരു 10 നമ്മൾ 10 പോലും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര എണ്ണമാണോ നിങ്ങൾ ചെയ്യണേ അത് തന്നെ എണ്ണം കൂട്ടി അതിൻ്റെയൊക്കെ ഒരു 2 സെറ്റ് കൊണ്ടുവരിക. അത് നമുക്ക് വയറിന് നല്ല എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ വയറിന് എല്ലാവർക്കും അതാണ് പ്രശ്നം, വയറ് കുറയണം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനമാണ് നമ്മളുടെ വയറിൻ്റെ ഭാഗം വണ്ണം കുറയുള്ളൂ. എല്ലാവരും അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു ഇത് വേണം, നമ്മളെ കൊണ്ട് പറ്റും ചെയ്യാന്നുള്ളത്. ആ വിശ്വാസത്തോടുകൂടി ചെയ്യുക. മടിയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ വർക്കൗട്ട് സമയം കൂട്ടി കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് നോക്കുക. അതായത് എപ്പോഴും നമ്മൾ ഒരേ എക്സസൈസ് തന്നെ ചെയ്തെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കുക. പിന്നെ ഫ്ലോറ് കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല, പക്ഷെ അത് നമ്മൾ പയ്യെ ചെയ്ത് നമ്മൾ റെഡിയാക്കി തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പാടുള്ള എക്സസൈസുകളൊന്നും ഞാൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടില്ല. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ആദ്യമൊക്കെ നമുക്ക് സ്ലോ ആയിട്ടായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതെന്തായാലും സ്പീഡായിട്ട് സമയം കൂടുതലാക്കി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊക്കെ ആദ്യം തന്നെ വർക്കൗട്ടൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഈ 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ ഞാൻ പറയില്ല, സ്റ്റാർട്ടിങ്ങിൽ അത്രയൊക്കെ നമ്മൾ ചെയ്യണത്. അതൊക്കെ പോകാൻ വളരെ പാടായിരുന്നു. പിന്നെ അത് നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ 1 മണിക്കൂർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണതേ നമ്മൾ അറിയില്ല. കാരണം അത്രയും നേരം നമുക്ക് സിമ്പിളായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കും എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ ഞായറാഴ്ച എല്ലാവരും റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. വർക്കൗട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ. ഒരാഴ്ച നമുക്ക് തിങ്കൾ മുതൽ ശനി വരെ വർക്കൗട്ട് ചെയ്തിട്ട് ഞായറാഴ്ച ഒരു ദിവസം റെസ്റ്റ് എടുക്കാം. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ 1-2 പേര് പറഞ്ഞ കാര്യം, ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത് സെപ്റ്റംബർ 4-ാം തീയതി രാവിലെ തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അതപ്പോൾ അതിക്ക് മുമ്പായിട്ട് പലവർക്കും ഓണം സെലിബ്രേഷൻ ജോലി സ്ഥലത്തും അല്ലാതെയൊക്കെ ഓണ സെലിബ്രേഷനുകളൊക്കെ നടക്കുന്നുണ്ട് അതിക്ക് മുമ്പായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഉച്ചയ്ക്ക് സദ്യ ഉണ്ണണമെങ്കിൽ ഉണ്ണാം, പായസം കുടിക്കണമെങ്കിൽ കുടിക്കാം. നമ്മൾ അത്രയ്ക്ക് അങ്ങാട് ഇതാവണ്ട. നമ്മൾ അതനുസരിച്ച് രാവിലെയും വൈകുന്നേരം ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. ഇപ്പോൾ രാവിലെ 2 മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ട് പോയിട്ട് സദ്യ ഉണ്ണാം. അപ്പോൾ സദ്യ ഉണ്ണുമ്പോൾ കുറച്ച് ചോറും കൂടുതൽ കറികളും കഴിക്കാം. പായസവും 1 ഗ്ലാസ് കുടിക്കാം. അതിനകത്തൊന്നും പ്രശ്നമില്ല. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇനി സെപ്റ്റംബർ 4-ാം തീയതി വെയിറ്റ് നോക്കാനുള്ളതാണല്ലോ. ഞാനിപ്പോൾ ഒരു സദ്യ ഉണ്ട് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് നമ്മൾ രാവിലെ നോക്കണ വെയിറ്റ് ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് സദ്യ ഉണ്ട് കഴിയുമ്പോൾ ത്രാസിൽ കൂടുതൽ ജസ്റ്റ് ഒരു 3/4 കിലോ 1 കിലോ ഒക്കെ കൂടുതൽ കാണിച്ചാലും പിറ്റേ ദിവസം രാവിലെ അത് ശരിയായിക്കോളും. നിങ്ങൾ അതോർത്ത് ഒരു സദ്യ ഒന്നും മിസ് ചെയ്യേണ്ട. നമ്മളെല്ലാം കഴിച്ചുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ജേർണി ചെയ്യാം. പക്ഷേ എല്ലാത്തിനും ഒരു പോർഷൻ കൺട്രോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ ഒപ്പം നിങ്ങളിലും റിസൾട്ടുകൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എനിക്ക് ഇത്രയും കുറക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ്, എനിക്ക് ഇത്രയും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് കഠിനമായ ഡയറ്റൊന്നും ചെയ്തിട്ടല്ല ഞാൻ വണ്ണം കുറച്ചത്. ഞാൻ പറഞ്ഞ പോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഈ പറഞ്ഞ മാതിരി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി, സമയത്തിൻ്റെ കാര്യത്തിലും നമ്മളുടെ അളവിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ പൂർണ്ണമായ ഷുഗർ കട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് വല്ലപ്പോഴും ഒരു ചായ മധുരമിട്ട് കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാം. അതിനകത്തൊന്നും തെറ്റില്ല. നിങ്ങൾ ഒരുപാട് അങ്ങാട് ഡയറ്റാണ് എന്നൊരു ചിന്താഗതി ആർക്കും വേണ്ട. നിങ്ങൾക്കൊരു നേരം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്, ഇത് കഴിക്കാമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കഴിക്കണേൽ ഇപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒരു അളവ് ശ്രദ്ധിച്ച് കഴിക്കാനായിട്ട് എല്ലാവരും നോക്കാം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതും പറഞ്ഞ് ഇപ്പോൾ കാണുന്നതെല്ലാവരും ഇത്തിരി അങ്ങനെയും കഴിക്കരുത് കേട്ടോ. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വല്ലപ്പോഴും ഒരു ദിവസവും അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടുമ്പോഴൊക്കെ ഒരു എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളത് കാണുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എല്ലാ ദിവസവും ഇതിൻ്റെ ഒരു ഇത്തിരി കഴിക്കാം എന്ന് വിചാരിക്കരുത്. അതായത് നമ്മൾ ഡയറ്റിൽ
കഴിക്കാൻ പാടില്ലാത്ത ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടുള്ളത് ഡെയിലി ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അളവ് നോക്കിയാണ് കഴിക്കുന്നത് എന്ന് അങ്ങനെ ആരും വിചാരിക്കരുത്. എപ്പോഴും കഴിക്കുമ്പോൾ വല്ലപ്പോഴും ആയിരിക്കണം. അത് സ്ഥിരം പരിപാടിയായിട്ട് കൂടെ കൂട്ടരുത്. ചിലവർക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ തൊടാതിരിക്കണമായിരിക്കും ബെറ്റർ. സമയം കൺട്രോൾഡ് ആയിട്ടുള്ളവർ, ഇന്നിപ്പോൾ ഞാനത് കഴിച്ചു, നാളെ അതെനിക്ക് വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ആൾക്കാർ കഴിച്ചു എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അതാ പറഞ്ഞത്, നമ്മൾ എന്താണെന്ന് നമ്മൾക്കാണ് അറിയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി ഇതുപോലെയൊക്കെ തന്നെ. വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് അതൊരു യാത്രയാണ്. അത് നമ്മൾ ഐഡിയലിൽ എത്തിക്കഴിഞ്ഞാലോ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ ഐഡിയലിൽ എത്താനായിട്ട് ഒരുപാട് പാടുണ്ട്. ആദ്യത്തെ വെയിറ്റ് ലോസ് നല്ല സ്പീഡായിരിക്കും, പിന്നെ ഒന്ന് സ്റ്റെക്കാവും, പിന്നെ നമ്മളത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വെയിറ്റ് ഇരിക്കും. കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ഒന്ന് വെയിറ്റ് സ്റ്റെക്കാവും. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ ഐഡിയലിലേക്ക് എത്താനായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അപ്പം ഞാനിനി സ്വയം ചിന്തിക്കുകയാണ്, ഇനി ഞാൻ ചെയ്യുന്ന വർക്കൗട്ടുകൾ ഒന്നില്ലെങ്കിൽ മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഡയറ്റ് ഇനിയും ഇതിൽ കൂടുതൽ മാറ്റാനായിട്ടില്ല. കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എനിക്ക് ഇപ്പോൾ ഈ 23 ദിവസത്തിൽ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അടുത്ത ആഴ്ച എന്തായാലും ചിലപ്പോൾ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പം അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇതേപോലെ ഫുഡ് കഴിക്കും, അളവ് ശ്രദ്ധിച്ചാൽ കഴിക്കുള്ളൂ. അതല്ലാതെ ഡയറ്റ് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വെയിറ്റ് കുറയാനുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വർക്കൗട്ടിൽ മാറ്റം എന്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. മിക്കവാറും ഇവിടെ ഹസ്ബൻഡിൻ്റെ കുറച്ച് വെയിറ്റ് ബാറൊക്കെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി അത് തുടങ്ങേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഡംബൽസ് ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അധികം വൈകാതെ അത് മേടിച്ചിട്ട് കുറച്ച് ഡംബൽ വർക്കൗട്ടും അതുപോലെ വെയിറ്റും ചെയ്താലോ എന്നൊക്കെ കരുതുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും നാളത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്ലോർ എക്സസൈസ് വീഡിയോസ് ഉൾപ്പെടുത്താം. വെയിറ്റ് കൊണ്ടുള്ള ഇത് ഞാൻ പയ്യനെ ഇപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ ആഴ്ച എന്തായാലും തുടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനിയിപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി തീരാൻ ഈ പറഞ്ഞ 23 ഡേയ്സ് തീരാനായിട്ട് അധികം ദിവസങ്ങളില്ല. ഓണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നടക്കില്ല. കാരണം വെയിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ഇനിയിപ്പോൾ ചെയ്യാത്ത ഒരു വർക്കൗട്ട് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാനും പണി പാളും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മിക്കവാറും ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ട്രാക്ക് മാറ്റാൻ പോണത്. എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയുടെ ട്രാക്ക് എന്തായാലും മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാനിനി ഓണം കഴിഞ്ഞിട്ട് വേറൊരു രീതി എന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ആദ്യത്തെ ഈ പറഞ്ഞ പോലെ ഇത്രയും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് പിന്നെ അതായത് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനാണ് എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എൻ്റെ ബോഡി എനിക്കാണ് അറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല, എന്തൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കാണ് അറിയാവുന്നത്. അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെയിറ്റ് ലോസ് ജേർണിയിൽ, ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ തന്നെ നമ്മളുടെ ഒരു വെയിറ്റ് ലോസ് ജേർണി സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെയൊക്കെ ഫുഡൊക്കെ ക്രമീകരിക്കും, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കും എന്നൊക്കെ ഉള്ളത്. അതുപോലെ വർക്കൗട്ട് പലരും പല കാരണങ്ങളാൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അവർ ഡയറ്റ് ചെയ്ത റിസൾട്ട് ഉണ്ടാവില്ല എന്നല്ല, റിസൾട്ട് ഉണ്ടാവും. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് കുറച്ച് നേരം വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നാളെ എന്തായാലും ഫ്ലോർ വർക്കൗട്ട്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും.
അത് ഉറപ്പാണ്. ആ റിസൾട്ട് നിങ്ങൾ എന്തായാലും എന്നോട് പറയുകയും വേണം. അപ്പോൾ ഓക്കെ, ബൈ.